إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയന്ന് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ ഖുതുബകളിലൂടെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു മുസ്ലിമിന് നിർബന്ധമായും അവൻ നിറവേറ്റേണ്ടുന്ന ബാധ്യതകളെപ്പറ്റി, കടമകളെക്കുറിച്ച് സംസാരിച്ചു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പകുതി അംഗീകരിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പരമപ്രധാനമായ, അവന്റെ ഇഹപര വിജയത്തിന്റെ മാനദണ്ഡമായ, അവന് സൗഖ്യവും ആരോഗ്യവും സൗഭാഗ്യവും ലഭിക്കാൻ നിദാനമാകുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം അനുകൂലമാകാൻ, അവന്റെ ഇഷ്ടം കരസ്ഥമാകാൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, പാപമോചനം ലഭ്യമാകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അടിസ്ഥാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുക, അതിനെ ശിരസാവഹിക്കുക എന്ന അടിസ്ഥാനത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ എത്രയോ ആയത്തുകളിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ കാതോർക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കരങ്ങളിൽ ഭദ്രമായ, നമ്മൾ കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണിൽ വരെ മൊബൈൽ ആപ്ലിക്കേഷനായി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന അതിന്റെ പരിഭാഷയും വിശദാംശങ്ങളും ആധുനിക കാലത്ത് ലഭ്യമാണ്. ആ ഖുർആനിലെ ആയത്തുകൾ മറിച്ചു നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന, നിഷ്പ്രയാസം ഗ്രഹിക്കാൻ സാധിക്കുന്ന ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുസരിക്കാനും പിൻപറ്റാനും അവിടുത്തെ കൽപ്പനകൾ നെഞ്ചോട് ചേർക്കാനും നമ്മോട് എത്രയാണ് കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്ത് അഹ്സാബിലൂടെ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഏതൊരു ഈമാനുള്ള സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും അവന്റെ റസൂലും ഒരു കൽപ്പന വിധിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇതാ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട കുറ്റമറ്റ പരമ്പരകളിലൂടെ, കാലകാലങ്ങളായി തലമുറകളിലൂടെ ഹദീസ് വിശാരദന്മാർ നമുക്ക് പകർന്നു നൽകിയ അവിടുത്തെ മൊഴിമുത്തുകൾ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചിരിക്കുന്നു
എന്നറിഞ്ഞാൽ ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ ഭൂഷണമല്ല, യോജിച്ചതല്ല അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്ക് പിന്നെ സ്വന്തം അഭിപ്രായമുണ്ടാകുക എന്ന് അല്ലാഹും റസൂലും പറഞ്ഞിരിക്കുന്നു. ഇതാ ഖുർആനിലും ആധികാരികമായ ഹദീസുകളും സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നറിഞ്ഞാൽ, എന്നു കേട്ടാൽ ഒരു മുസ്ലിമാണോ മുസ്ലിമത്താണോ, മുസ്ലിമായ സ്ത്രീയാണോ പുരുഷനാണോ, പിന്നെ സ്വന്തം അഭിപ്രായം അല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കൂടി തീരുമാനിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് നമുക്കതിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാം. അതല്ലെങ്കിൽ എന്റെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കാലഘട്ടത്തിന്റെ സഞ്ചാരം കൊണ്ടോ ഞാൻ അളന്ന് തൂക്കി നോക്കട്ടെ, തുലനം ചെയ്തു നോക്കട്ടെ, സമൂഹവും കുടുംബവും അതുപോലെ തന്നെ ആളുകളുടെ യോജിപ്പുമെല്ലാം അതിനനുകൂലമാണോ എന്ന് പരിശോധിക്കട്ടെ. ഇല്ല, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നീട് ഒരു സ്വതന്ത്രമായ അഭിപ്രായം ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു ആധികാരികമായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നറിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, മുസ്ലിമാണോ പിന്നെ അവന് സ്വന്തം അഭിപ്രായമില്ല, മറിച്ച് എന്തായിരിക്കും അവന്റെ നിലപാട്, മറിച്ച് എന്തായിരിക്കും അവന്റെ സമീപനം, എന്തായിരിക്കും അവന്റെ അഭിപ്രായ പ്രകടനം, അവർ പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നു, ഇന്നമാ ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും ഹദീസുകളിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങളാണോ, യഥാർത്ഥ ഈമാനുള്ളവരാണോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ സത്യസന്ധമായി നെഞ്ചേറ്റിയവനാണോ, ആത്മാർത്ഥമായി നാവുകൊണ്ട് ഉരുവിടുന്നവനാണോ, അവന്റെ വാക്കെന്തായിരിക്കും, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഏത് രംഗത്താണെങ്കിലും, ഭൗതിക വിഷയങ്ങളിലാണെങ്കിലും ദീനി രംഗത്താണെങ്കിലും അനുഷ്ഠാന ആചാര വിശ്വാസ ആദർശ രംഗങ്ങളിൽ ഏതു അവസ്ഥയിലാണെങ്കിലും ലിയഹ്കുമ ബൈനഹും, ഇതാ ദീനിന്റെ തീർപ്പിത, ദീനിന്റെ വിധിയിത, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനവിധ എന്നവരോട് ക്ഷണിക്കപ്പെട്ടാൽ, അറിയിക്കപ്പെട്ടാൽ അയ്യഖൂലു സമിഅ്നാ വ അതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. കേൾക്കാൻ കേട്ടു, ഒന്ന് ആലോചിക്കട്ടെ, നമ്മൾ മീറ്റിംഗും കൂടി തീരുമാനിക്കട്ടെ, ഞങ്ങളുടെ സംഘടനയുടെയും കൂട്ടായ്മയുടെയും അഭിപ്രായം എന്താണെന്ന് ആരായട്ടെ. അതല്ല ഞാൻ എന്റെ ബുദ്ധി കൊണ്ടളക്കട്ടെ, കാലഘട്ടം കൊണ്ട് തുലനം ചെയ്യട്ടെ. ഒന്നുമല്ല, മുഅ്മിനിന്റെ ഭാഷ്യം എന്താണ്? അയ്യഖൂലു സമിഅ്നാ വ അതഅ്നാ, ഇതും മാത്രമായിരിക്കുമെന്നാണ്. ഇന്നമാ എന്ന പ്രയോഗം ആ ആയത്തിന്റെ തുടക്കത്തിൽ കാണാം. നിങ്ങൾ ഈ ആയത്ത് കുറിച്ചു വെക്കുക. സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്ത്. ഞാൻ ഈ പറഞ്ഞതുപോലെയാണോ ഇതിന്റെ അർത്ഥമെന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്ത്. ഞാൻ നടയെ സൂചിപ്പിച്ച ഇതിനു മുമ്പ് നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് സൂറത്തു അഹ്സാബിലെ 26-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു, ഇങ്ങനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു എന്നറിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനപ്പുറത്ത് സ്വന്തം അഭിപ്രായ പ്രകടനങ്ങളും സ്വന്തം നഫ്സിനെതിരാണെങ്കിലും തനിക്ക് അതിനപ്പുറത്തൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലാണ് നമുക്ക് സ്വീകരിക്കാൻ ബാധ്യതയുണ്ടാകുക? കാലഘട്ടം അതിനെതിരെ വിധി എഴുതിയാൽ, ഇവിടുത്തെ നിയമസംഹിതകൾ അതിനെതിരെ എന്തെങ്കിലും പുറപ്പെടുവിച്ചാൽ, നേതാക്കന്മാർ അതിനെതിരെ പറഞ്ഞാൽ, കാരണവന്മാർ തലമുറകളായി അതിനെതിരാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞാൽ പോലും, സ്വന്തത്തിന് പോലും അതിനെതിരെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത്, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ അനുസരിക്കാതിരിക്കുന്നത്, ഫഖദ് ضل ضلالا മുബീന, അവൻ ആരാണെങ്കിലും ശരി, കാഇനൻ മൻ കാൻ, ആരാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ഭാഷ്യം ഫഖദ് ضل ضلالا മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ പതിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് കാര്യം സഹോദരങ്ങളെ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം പാതിയോടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യതയാണിത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, സങ്കടകരമെന്ന് പറയട്ടെ, ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷവും നാമമാത്രമായ ചിലർ ഒഴികെ ബാക്കിയെല്ലാവരും ഈ അടിത്തറക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. നാം ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു. നബി പറഞ്ഞു, അല്ലാഹു ഇദാ ഖുർആനിലൂടെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ കേട്ടു. അവർ അടുത്ത പടി അവർ അനുസരിക്കുകയായി.
അതിനെ ചോദ്യം ചെയ്യാതെ, സംശയത്തിന്റെ കറ ബാധിക്കാതെ അവരതിനെ സ്വീകരിക്കുകയായി സമ്പൂർണമായി. ഇങ്ങനെയായിരുന്നു സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. അവിടുത്തെ പൂർണ്ണമായി സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരുന്നു. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അതേ, നിന്റെ സ്നേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നീ ആ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ ആ റസൂലിനെ അനുസരിക്കും തീർച്ചയാണ്. കാരണം ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവനെ സ്നേഹിക്കുക എന്നത് അനിവാര്യമാണ്. നാം ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, നാം ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ തീർച്ചയായും സ്നേഹിച്ചിരിക്കുമെന്നത് ആ സ്നേഹത്തിന്റെ സത്യസന്ധമായ അടയാളമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വാദിക്കുന്നവർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഭിനിവേശം വാദിക്കുന്നവർ, അവർ ആദ്യം ചെയ്യേണ്ടത് ഈ അടിത്തറ പാലിക്കട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി സത്യസന്ധമായി പിൻപറ്റുക എന്നതാണ്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. സഹോദരങ്ങളെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന്റെ വ്യക്തമായ അടയാളമാണ് അവിടുത്തെ ജീവിതത്തിൽ പകർത്തുക എന്നത് നാം സൂചിപ്പിച്ചു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അല്ലാ തഖ്തു ഖുത്വതൻ ഫി ഹാദിഹിൽ ഹയാത്ത്. നിന്റെ ഈ ഭൗതിക ജീവിതത്തിൽ നീ ഒരു കാൽ ചുവട് വെക്കുകയാണെങ്കിൽ പോലും, നിന്റെ ഒരു കാൽ വെപ്പാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചല്ലാതെ ആകരുത്. ഇല്ലാ വഅൻത ഹരീസുൻ അലാ അൻ നഅരിഫ തൗജീഹൻ നബി ഫിഹാ. നീ ഒരു കാൽ വെപ്പ്, നിന്റെ ഒരു ചുവട് നീ ഭൂമിയിൽ വെക്കുകയാണെങ്കിലും അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല ഡയറക്ഷനുമുണ്ടോ എന്ന് നീ പരിശോധിക്കാൻ ബാധ്യസ്ഥനാണ്. നീ മുസ്ലിമാണെങ്കിൽ, നീ മുഅ്മിനാണെങ്കിൽ, ഫി ഇബാദാതി, നിന്റെ ആരാധനകളിൽ, നിന്റെ അനുഷ്ഠാനങ്ങളിൽ, വഅഖ്ലാഖിക്, നിന്റെ സ്വഭാവ പെരുമാറ്റ വ്യവഹാരങ്ങളിൽ, വമുആമലതിക്, നിന്റെ ഇടപാടുകളിൽ, നിന്റെ കച്ചവട സാമൂഹിക ബന്ധങ്ങളിൽ, വഅതിഖാദിക ഫി കുല്ലി ഷൈഇൻ, നിന്റെ വിശ്വാസ ആദർശ സംസ്കാരങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നിന്റെ ജീവിതത്തെ നീ തുലനം ചെയ്തു നോക്കുക, താരതമ്യം ചെയ്തു നോക്കുക. ഫമാ വാഫഖഹ വഹുവൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് യോജിക്കുന്നുണ്ടോ, അത് മാത്രമാണ് സത്യം. അതെ, അത് മാത്രമാണ് സത്യം. ഇത് അസഹിഷ്ണുതയല്ല, ഇത് വർഗീയതയല്ല, ഇത് തീവ്രമല്ല, മറിച്ച് സത്യത്തോടുള്ള സത്യസന്ധമായ ആത്മാർത്ഥമായ കൂറും പ്രതിബദ്ധതയുമാണ്. അത് മാത്രമാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറഞ്ഞതിനേതെങ്കിലും രംഗങ്ങളിൽ നിന്റെ ജീവിതം എതിരിടുന്നുണ്ടോ, ഫഹുവൽ ബാത്തിൽ, അതാണ് നിരർത്ഥകം, അതാണ് ബുദ്ധിശൂന്യം, അതാണ് പുരോഗമനത്തിനെതിര്, അതാണ് അടിമത്വം, അതാണ് അധമത്വം, അതാണ് സ്വാതന്ത്ര്യത്തിനെതിര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നീ നിന്റെ നിസ്കാരത്തിൽ നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണ്. നിന്റെ നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് പോലെയാണോ? ഇങ്ങനെ നിന്റെ വസ്ത്രം, നിന്റെ രൂപം, നിന്റെ വേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ? നോക്കൂ നിങ്ങൾ, ഇപ്പോഴിതാ നമ്മുടെ നാട്ടിൽ ദേശീയ ഉത്സവം എന്ന് പറഞ്ഞ് ഹൈന്ദവ മതത്തിന്റെ തീർത്തും ഐതിഹ്യത്തിലും പുരാണത്തിലും സ്ഥിരപ്പെട്ട ഒരന്ധവിശ്വാസത്തിന്റെ അടിത്തറവാകുന്ന ഒരാഘോഷം നമ്മുടെ നാട്ടിലെ ഭരണകൂടം അത് ദേശീയോത്സവമാക്കിയപ്പോ എല്ലാവരും അത് ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിലെ ന്യൂജന്മക്കൾ അതിന്റെ പിന്നിൽ, അതിന്റെ മുമ്പിൽ നടക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് മാത്രം പ്രത്യേകമായ വേഷം കെട്ടുന്നു. ഇന്നും കാണാനിടയായി, സുബ്ഹാനല്ലാഹ് വൽ ഇയാദു ബില്ലാഹ്, മുസ്ലിം വീട്ടിലെ പെൺകൊടികൾ അന്യമതസ്ഥർ വേഷമുടുക്കുന്നത് പോലെ ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി കുട്ടിയിട്ട് ചുണ്ടു ചോദിച്ച് നടക്കുകയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞുവിടുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കുട്ടികൾ മാത്രമോ രക്ഷിതാക്കൾ, പേരക്കുട്ടികളുള്ളവർ, വല്യാപ്പാരും വല്യമ്മമാരും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദൈവത്തിന്റെ അവതാരമായി ഭൂമിയിലേക്ക് അവതാര പുരുഷനായി വന്ന ഒരു മനുഷ്യൻ, അയാൾ ഇവിടെ നീതിയോടെ ഭരിച്ചിരുന്ന ഒരു രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പോലും. ദൈവത്തിന് അവതാരമുണ്ട് എന്ന വാദം, കുഫ്റൻ വാദം, അതിനംഗീകരിക്കുന്ന വിശ്വാസ അടിത്തറയാണ് ഈ ഓണാഘോഷത്തിനുള്ളത്. അവർ തന്നെ അത് അംഗീകരിക്കുന്നതാണ്, അവർ തന്നെ അത് പറയുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ആ മനുഷ്യൻ, പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട മനുഷ്യൻ, വർഷാവർഷം
ഈ പറഞ്ഞ കാലയളവിൽ വരുമ്പോഴും അതിന്റെ സ്മരണയായി, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ അന്ധവിശ്വാസികളുടെ ഭാഷ കടമെടുക്കുകയാണ്, അതിന്റെ ആണ്ടാവകാശമായി നടത്തപ്പെടുന്ന തീർത്തും ശിർക്കിന്റെയും കുഫ്രിന്റെയും പിൻബലമുള്ള ഈ ആഘോഷത്തെ വ്യാപകവൽക്കരിച്ചപ്പോൾ അതോ ആഘോഷിക്കാൻ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഉമ്മത്തിൽ അംഗങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വാക്ക് മതി, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണ് ഒരു സമൂഹത്തോട് സാദൃശ്യമാകുന്നത്? നോക്കൂ നിങ്ങൾ, ഒരു സമൂഹത്തോട് വേഷത്തിലോ രൂപത്തിലോ സംസ്കാരത്തിലോ അടയാളങ്ങളിലോ ചിഹ്നങ്ങളിലോ പ്രത്യക്ഷമായ രൂപസാദൃശ്യം ഒരു സമൂഹത്തിന് പ്രത്യേകമായതിനോട് ആരാടോ അതിനോട് താദാത്മ്യം പുലർത്തുന്നത് ഫഹുവ മിൻഹും, അവരവരിൽപ്പെട്ടവനാണ് എന്നാണ്. നമുക്ക് ആ വിശ്വാസമൊന്നുമില്ലേ? നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല, നമ്മൾ മതസൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെ ഒക്കെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടതിന്റെ ഔദ്യോഗികതയുടെ ഭാഗമായി നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ഇല്ല സഹോദര, നിനക്ക് ന്യായമില്ല, നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണ് ഒരു സമൂഹത്തോട് പ്രത്യക്ഷത്തിൽ നിന്റെ ഉള്ളിൽ വിശ്വാസം പേരിട്ടില്ലെങ്കിലും വേണ്ടില്ല, രൂപസാദൃശ്യം കൊണ്ടെങ്കിലും വേഷത്തിലെങ്കിലും ചിഹ്നങ്ങൾ കൊണ്ടെങ്കിലും സാദൃശ്യപ്പെടുന്നത് അവരവരിൽ പെട്ടു എന്ന്. നമ്മൾ അവരിൽ പെടണോ പെടാതിരിക്കണോ? ഇസ്ലാമിന്റെ സ്വച്ഛന്തമായ മനോഹരമായ സമ്മോഹനമായ യാദൃശ സംസ്കാര പെരുമാറ്റ വേഷഭൂഷാദികൾ ഒരു മുസ്ലിമിന്റെ ഇജ്ജത്തോടെ അന്തസ്സോടെ പ്രതാപത്തോടെ എടുത്തണിയണോ എന്ന് നമ്മൾ വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക്. അവരുടെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ, പ്രകടമായ ചരിത്രത്താളുകൾ നമുക്ക് നയവിറക്കാം. എന്തായിരുന്നു അവരുടെ പാരമ്പര്യം? ഇസ്ലാമിന്റെ തനതായ പാരമ്പര്യം, കരകളഞ്ഞ പാരമ്പര്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക മണലാരണ്യത്തിൽ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനാമൃതങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ തീർത്ഥങ്ങളായി പെയ്തിറങ്ങിയ ആ മഹാകാലഘട്ടത്തിലെ മകുടമായ ഉദാഹരണങ്ങൾ, സ്നേഹത്തിന്റെ തീർത്താൽ തീരാത്ത പാഠങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു അവിടെ സ്നേഹത്തിന്റെ പ്രകടമായ അടയാളങ്ങളെന്ന്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയുടെ അകത്ത് നിന്ന് സ്വഹാബത്തിനോട് സംവദിക്കുകയാണ്. സ്വഹാബത്തിന് മുമ്പിൽ അവിടുന്ന് പ്രസംഗിക്കുകയാണ്, ഉപദേശം നൽകുകയാണ്. മസ്ജിദ് നബവിക്കകത്തിരിക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരത്തിനിടയിൽ പറയുന്നു, ഇജ്ലിസു, നിങ്ങൾ ഇരിക്കുവിൻ, നിങ്ങൾ ഇരിക്കുവിൻ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആരോ ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിക്കകത്തുള്ള സ്വഹാബത്തിനോടായി പറഞ്ഞു, ഇരിക്കുവിൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദ് നബവിയുടെ പുറത്ത് വഴിയിലൂടെ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസു എന്ന് പറയുന്നതാണ് അദ്ദേഹം കേട്ടത്. ആരോടാണ് പറഞ്ഞത്? ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, അകത്തിരിക്കുന്ന സ്വഹാബികളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടതും ഇരിക്കൂ എന്ന് കേട്ടതും വരുന്ന വഴിയിൽ അദ്ദേഹം ഇരുന്നുവെന്നാണ്. വരുന്നിടത്ത് നിന്നിടത്ത് എത്തിയെടുത്ത് അവിടെ നിന്ന് ഇരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇതായിരുന്നു സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓതന്റിക്കായ ആധികാരികമായ ഹദീസുകളെ പൂർണ്ണമായും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോഡേൺ ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ പറയും ഇവർ അക്ഷരപൂജകരാണെന്ന്. ഖുർആനിനെയും സുന്നത്തിനെയും അക്ഷരം പ്രതി അപ്ലൈ ചെയ്യുന്നവരാണ്. അതേടോ, ഖുർആനിനെയും സുന്നത്തിനെയും അക്ഷരം പ്രതി പാലിക്കേണ്ടവരാണ് മുസ്ലിം. സ്വഹാബത്തിന്റെ പാരമ്പര്യമതായിരുന്നു. കേട്ടതും ഇരിക്കൂ എന്ന് പറഞ്ഞെടുത്തിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണുകയാണ്. അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടു ദൂരത്ത് നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, തഖദ്ദം യാ അബ്ദുല്ലാഹ്, അടുത്തേക്ക് വരൂ അബ്ദുല്ലാഹ്. ജാലകല്ലാഹു തവാഇയതൻ ലില്ലാഹി വതവാഇയതൻ ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള തൗഫീഖ്, സൗഭാഗ്യം അല്ലാഹു താങ്കൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അതാണ് ഏറ്റവും മഹത്തായ സൗഭാഗ്യം. അതാണ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധി. ഇതാണ് മുസ്ലിം ഉമ്മത്തിലെ ആധുനിക ചെറുപ്പക്കാർക്കും ന്യൂജന്മക്കൾക്കും ഇല്ലാതെ പോയ തൗഫീഖ്. ഈ സൗഭാഗ്യമാണ് നമുക്ക് കിട്ടാതെ പോയ ഖനി. സ്വഹാബത്തിന് കിട്ടിയ ഖനി, സ്വഹാബത്തിന് കിട്ടിയ നിധി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സത്യസന്ധമായ സ്നേഹത്തിന്റെ സത്യസാക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കേഷൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടതും നബിയുടെ സ്വരം കേട്ടതും കേട്ടെടുത്ത് നിൽക്കുക എന്നതായിരുന്നു സ്വഹാബത്തിന്റെ പാരമ്പര്യം. തീർന്നില്ല സഹോദരങ്ങളെ. ഖൈബർ യുദ്ധത്തിന്റെ വേള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്ത് പലരും ഖൈബർ യുദ്ധത്തിന്റെ പതാക എന്താണ്, ആ സൈന്യത്തെ നയിക്കാൻ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ചു. കാരണം ഖൈബർ യുദ്ധത്തിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരു കാര്യം പറഞ്ഞു. നാളത്തെ യുദ്ധത്തിൽ ഈ പതാക വഹിക്കുന്നവൻ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെട്ടവനും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടവനുമായിരിക്കും. അദ്ദേഹത്തിന്റെ കരങ്ങളാൽ നാളെ ഖൈബറിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. സ്വഹാബത്ത് അവർ ആശിച്ചു, അവർ സ്വപ്നം കൊണ്ടു. അന്നത്തെ രാത്രി മുഴുവൻ അവർക്കുറക്കമില്ലായിരുന്നു. പിറ്റേ ദിവസം ആ പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് പകർന്നെടുക്കുന്നവർ ഞങ്ങളാകണേയെന്ന് മത്സരബുദ്ധിയോടെ നന്മയിലേക്കുള്ള അഭിവാഞ്ജയോടെ അവർ സ്വപ്നം കണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അവർ ഓടിയെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തരും, എനിക്ക് നൽകും എന്നവർ ആശിച്ച് ആ പതാകയെ മോഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയിന അലി, എവിടെയാണ് അലി? അവിടുത്തെ മരുമകനായ ഖുലഫാഉർ റാഷിദീങ്ങളിൽ നാലാമനായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അദ്ദേഹം കണ്ണിന് അസുഖം ബാധിച്ച് വിശ്രമത്തിലായിരുന്നു. അലിയെ വിളിക്കാൻ അവിടെ നാളെ പറഞ്ഞയച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയുടെ സന്നിധിയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഉമിനീർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പുരട്ടി. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ അസുഖം മുൻപില്ലാത്ത വിധം ഭേദമായി. സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കവേ അവിടുത്തെ തിരുശേഷിപ്പുകളിൽ നിന്ന് ബറക്കത്തെടുക്കാനുള്ള മറ്റൊരു തെളിവാണ്. എന്നാൽ ഇന്ന് അതിന്റെ വല്ല അംശവും ഒരു മുടിക്കഷ്ണമോ എന്തെങ്കിലും ഇവിടുത്തെ അന്ധവിശ്വാസത്തിന്റെ അപ്പോസ്തലനായ ഒരു പുരോഹിതൻ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കളവുകളുടെ ജൽപ്പനങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ഒരു തുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറുകളിൽ നിന്ന് ഇന്ന് അവശേഷിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അന്നുണ്ടായിരുന്നു. സ്വഹാബത്ത് അത് ബറക്കത്തെടുത്തിരുന്നു. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ അസുഖം മാറി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിനു വേണ്ടിയുള്ള പതാക അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അലി ഉൻഫുദ് അലാ റിസ്ലി വംളി വലാ തൽതഫി ഹത്താ യഫ്തഹ അല്ലാഹു അലൈക്. ഓ അലി, താങ്കൾ യുദ്ധമുഖത്തോട് ധൈര്യത്തോടെ സാവകാശത്തോടെ അവധാനതയോടെ മുന്നോട്ട് നീങ്ങുക. വലാ തൽതഫി ഹത്താ യഫ്തഹ അല്ലാഹു അലൈക്. അല്ലാഹു താങ്കളുടെ കരങ്ങളിലൂടെ ഉമ്മത്തിന് വിജയം നൽകുവോളം താങ്കൾ തിരിഞ്ഞു നോക്കരുത്, പുറകിലേക്ക് താങ്കൾ തിരിഞ്ഞു കളയരുത്. ഖൈബർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സൈന്യാധികൻ നൽകുന്ന ജാഗ്രതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്പമടികൾ മുന്നോട്ട് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അദ്ദേഹം ശിരസാവഹിച്ചു. കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ അദ്ദേഹം ശബ്ദനായി അവിടെ നിന്നു. അലിക്കെന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ നബി എന്താ പറഞ്ഞത്? വലാ തൽതഫി, തിരിഞ്ഞു നോക്കരുത്. എവിടെ തിരിഞ്ഞു നോക്കരുതെന്നാ പറഞ്ഞ്? യുദ്ധമുഖത്തേക്ക് പതാകയേന്തി സൈനികനായി പുറപ്പെടുമ്പോൾ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കരുതെന്നാണ്. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം യുദ്ധമുഖത്ത് സൈനിക നായകന്റെ പതാകയേന്തി ആ യുദ്ധത്തിലായി. നബിയുടെ കൽപ്പന കേൾക്കേണ്ട താമസം അദ്ദേഹം ശിരസാവഹിച്ചു. അതുകൊണ്ട് തിരിയരുതെന്നാണ് നബി പറഞ്ഞത്, തിരിഞ്ഞു നോക്കരുതെന്നാണ്. നബിയോട് ചോദിക്കാനുണ്ട്, അദ്ദേഹത്തിന് തിരിയാൻ വയ്യ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് നിന്നിടത്ത് നിന്ന് തിരിയാതെ നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അന മാദാ ഉഖാതിലുഹും, ഞാൻ എന്തിനു വേണ്ടി, ഏത് ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാതിലുഹും അലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമകളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി താങ്കൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അദ്ദേഹം സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, യുദ്ധമുഖത്ത് തിരിയരുത് എന്ന ഉപദേശം നബിയുടെ സന്നിധിയിൽ കേട്ടതും
ആ കൽപ്പനക്കെതിരു പ്രവർത്തിക്കാതെ മുന്നോട്ട് നീങ്ങിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ മാതൃക. സഹോദരങ്ങളെ, തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുന്ന് വിലക്കിയ നിറമുള്ള ഒരു വസ്ത്രം, കുങ്കുമ നിറത്തിലുള്ള കടും ചുവപ്പുള്ള അല്ലെങ്കിൽ കാവി നിറമെന്ന് വിശേഷിപ്പിക്കാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വസ്ത്രങ്ങളാണിത്. മുസ്ലിം ഉമ്മത്തിനോട്, അന്യ സമുദായത്തോട് വസ്ത്രത്തിൽ അതിന്റെ നിറത്തിൽ അവർക്ക് പ്രത്യേകമായ നിറത്തിൽ പോലും എതിരാകണമെന്ന് പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ പഠിപ്പിച്ചതാണ് മുസ്ലിം ഉമ്മത്തിലെ പുരുഷന്മാരെ, ഖാലിഫുൽ യഹൂദ വന്നസാറ, നിങ്ങൾ യഹൂദ നസാറാക്കളോട് എതിരാകണേ. വഅഫുൽ ലിഹാ ഖസ്സു ശവാരിബ്, നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കണേ. നിങ്ങൾ താടിയ ദേശം വളർത്തണേ. അന്യമതസ്ഥരോട് വേഷത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ പോലും എതിരാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരമാണിത്. താടി വെക്കുന്നവർ ചിന്തിക്കുക, നിന്റെ താടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താടിയാണോ? മീശ വെട്ടുന്നവർ ചിന്തിക്കുക, നിന്റെ മീശ വെട്ടൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണോ? മുടി മുറിക്കുന്നവർ ശ്രദ്ധിക്കുക, നിന്റെ മുടി മുറിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അനുഗുണമാണോ? വേഷം ധരിക്കുന്നവർ ശ്രദ്ധിക്കുക, നിന്റെ വേഷം അല്ല, നിന്റെ വസ്ത്രത്തിന്റെ നിറം പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ്. എവിടെയാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എവിടെയാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ നിറമുള്ള ഒരു വസ്ത്രം ധരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയാണ്. നബി അത് വിലക്കിയത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. നബി അത് ധരിക്കാൻ പാടില്ല എന്ന് വിലക്കിയത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആ നിറം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, മാ ഹാദാ യാ അബ്ദുല്ലാ, ഓ അബ്ദുള്ള, എന്താണിത് എന്ന് ചോദിച്ചിട്ടുള്ളൂ. നബി, എന്റെ പുതുവസ്ത്രമാണ്, ഇത് ധരിക്കാൻ പാടില്ല ഇല്ലയോ? എന്താണ് ഈ നിറത്തിന് പ്രശ്നം? ആദ്യമായി ധരിക്കുകയില്ല, ഒരു തവണയും കൂടി ധരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇട്ട് പഴകിയതാക്കിയിട്ട് പിന്നെ ഒഴിവാക്കിയാൽ പോരെ? എന്തൊക്കെ ന്യായങ്ങൾ നമ്മളാണെങ്കിൽ പറയും സഹോദരങ്ങളെ, എന്തൊക്കെ ന്യായങ്ങളും അന്യായങ്ങളുമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് എക്സ്ക്യൂസ് ആയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണിത് എന്നൊരൊറ്റ ചോദ്യമേ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം വീട്ടിലേക്ക് പോയി, വിറക് കൂട്ടി, അടുപ്പ് കത്തിച്ചു. തീ ആളിക്കത്തിയപ്പോൾ തന്റെ വസ്ത്രമൂരി അതിലിട്ട് കരിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി കളഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമുണ്ടോ നമുക്ക്? സഹോദരങ്ങളെ, തീർന്നില്ല. ഒരല്പസമയം ഇന്നത്തെ ഖുതുബയിൽ നിങ്ങൾ എനിക്ക് അനുവദിക്കണം കൂടുതലായി. മഹാനായ മറ്റൊരു സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് സ്വർണ്ണമോതിരം ധരിക്കാൻ പാടില്ല, സ്വർണത്തിന്റെ ഉടയാടകളും ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല എന്ന് വിലക്കറിയാതെ ഒരു സ്വർണ്ണമോതിരം ഒരു ദിവസം ധരിച്ചുകൊണ്ട് നബിയുടെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീ കൊണ്ടുള്ള ഒരു കനൽ അല്ലെങ്കിൽ ഒരു ശിക്ഷാർഹമായ സംഗതി നിങ്ങളുടെ ശരീരത്തിൽ പേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിത് ധരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നർത്ഥത്തിൽ അവിടുന്ന് ആ മോതിരം ഊരിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് ഊരിക്കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരിയെറിഞ്ഞു. ആ സ്വഹാബി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സ്വഹാബത്തിൽ ചിലർ പറഞ്ഞു, അത് നിങ്ങൾക്കെടുത്ത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വിറ്റതിന്റെ പണം സമ്പാദിക്കാനോ സാധിക്കുമല്ലോ എന്നർത്ഥത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപകാരമെടുക്കാമല്ലോ, ധരിക്കണ്ട എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെയ്യാം, അങ്ങനെ ചെയ്തുകൂടെ? ചെയ്യാം. പക്ഷേ ആ സ്വഹാബി മറുപടി പറഞ്ഞത് എന്താണ്? വല്ലാഹി ലാ ആഖുദു, അല്ലാഹു സത്യം, ഞാനത് എടുക്കുകയില്ല. ഖാതമുൻ യർമീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم آخذه ما يكون هذا الامر. അല്ലാഹുവിന്റെ റസൂലേ വലിച്ചെറിഞ്ഞൊരു സംഗതി, വേണ്ട എന്ന് പറഞ്ഞെറിഞ്ഞ സംഗതി, അത് പിന്നെ ഞാൻ പോയി എടുക്കുകയോ? അല്ലാഹു സത്യം, അത് സംഭവിക്കുകയില്ല തന്നെ. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ഏത് രംഗത്തും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തിയവരായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മളിൽ ചിലർ നബിയുടെ സുന്നത്തിനെ പകർത്തുന്നവർ, നബിയുടെ അനുസരണയിൽ മുൻപുള്ളവർ, മുൻപന്തിയിലുള്ളവർ എന്ന് പറയുന്നവർ വരെ ചിലപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ദീനും അതുപോലെ തന്നെ സുന്നത്തെല്ലാം മറക്കുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട്. എന്നാൽ സ്വഹാബത്ത് അങ്ങനെയായിരുന്നില്ല. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ അവർ കത്തിയമരുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നിന്നവരായിരുന്നവർ.
ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം, ഉഹദ് യുദ്ധം കഴിഞ്ഞ് പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും ഷഹീദായവരെ അവരുടെ ജനാസ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്ന രംഗം. നബിയും സഹാബത്തും ഉഹദിന്റെ താഴ്വാരത്തിലിരിക്കുകയാണ്. അപ്പോഴതാ ദൂരെ നിന്നൊരു സ്ത്രീ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവിടുന്ന് പറഞ്ഞു, അൽമർഅ, അതൊരു സ്ത്രീ വരുന്നുണ്ടല്ലോ. സ്ത്രീകൾ അവിടെ വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത, അവരെ നിയന്ത്രണം പൊട്ടിപ്പോകുന്ന പല രംഗങ്ങളും അവർ കണ്ടുപോകും. യുദ്ധരംഗം സ്ത്രീകൾക്കുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയാനാണ് ആവശ്യപ്പെട്ടത്. ഒരുപാട് സ്വഹാബത്ത് അവിടെ ഷഹീദായി മരിച്ചു കിടക്കുന്നുണ്ട് രണഭൂമിയിൽ. അങ്ങനെ ജുബൈർ റളിയല്ലാഹു പറയാണ്, ഞാൻ വ്യക്തമായി നോക്കി, അതാ എന്റെ ഉമ്മ സൊഫിയയാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് സൊഫിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയാണ് റളിയല്ലാഹു അൻഹ. അങ്ങനെ ഞാൻ ഉമ്മ നടക്കുന്ന വഴിയിൽ നിന്നു, ഉമ്മായെ തടഞ്ഞു. ഉമ്മ എന്നെ ആഞ്ഞൊന്നടിച്ചു. ഉമ്മാക്ക് അത് ഇഷ്ടമായില്ല. അവർ ശക്തയായ സ്ത്രീയായിരുന്നു. ഞാൻ കുലുങ്ങിപ്പോയി, സ്തബ്ധനായിപ്പോയി. അവർ മുന്നോട്ട് നടക്കുകയാണ്. അവർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവരുടെ സഹോദരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മഹാനായ സ്വഹാബി ഹംസ റളിയല്ലാഹുവിനെ കാണാനാണ് അവർ വരുന്നത്. അവിടേക്കാണ് അവർ പോകുന്നത്. ഉടനെ ഞാൻ തടഞ്ഞിട്ടും എന്നെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാൻ ഉറക്കെ ഉമ്മാനോടോയി പറഞ്ഞു, യാ ഉമ്മ ഇന്നഹ അസ്മത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഉമ്മ, നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഫമാ തഹറകത് ഖുത്വ. പിന്നീട് ഒരടി ആ കേട്ടടത്ത് നിന്ന് അവരെ കാൽപാദം അനങ്ങിയില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. സഹാബ വനിതകളുടെ പാരമ്പര്യം ഇതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ തലപ്പത്ത് നിൽക്കുന്ന മഹിളാരത്നങ്ങളുടെ പാരമ്പര്യമാണിത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിച്ചവരുടെ വിശേഷണങ്ങളാണിത്, വർണ്ണനകളാണിത്, ചരിത്ര പാഠങ്ങളാണിത്. നബിയെ സത്യസന്ധമായി സ്നേഹിക്കുന്നവർ, ഇങ്ങനെ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവരാകട്ടെ. നമ്മളും അങ്ങനെ ആകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകമൊട്ടുക്കും സുന്നത്തിനെ യഥാവിധം മനസ്സിലാക്കാത്തവർ, അല്ല ഒരു വേള യഥാർത്ഥ സുന്നത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരുന്നവർ, അവർ ആചരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന പകൽ വെളിച്ചം പോലെ, സൂര്യപ്രകാശം പോലെ സുഭിത്തമായ പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഖുർആനിലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ട ആധികാരികമായ ഹദീസുകളിലോ അതിനാദ്യം കേട്ട അതിന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്തിന്റെ മൊഴിമുത്തുകളിലോ അവരിൽ നിന്ന് ദീൻ പകർന്നെടുത്ത താബിഈങ്ങളിലോ താബിഈങ്ങളിലോ അതല്ല ഹിജറ 300 വർഷം വരെയുള്ള അഇമ്മത്തുകളിലോ മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളിലോ അവരിൽ ഒരാളിലോ പോലും അവരുടെ വാചകങ്ങളിലോ ഒരു ഹർഫിൽ പോലും സ്ഥിരപ്പെടാത്ത യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നബിദിനാഘോഷം, ഈ നബിദിനാഘോഷം ഈ പ്രാവശ്യവും അല്ലെങ്കിൽ ഈ വർഷവും എല്ലാ വർഷവും പോലെ വമ്പിച്ച വിളംബരത്തോടുകൂടി ബിദ്അത്തുകളുടെ വർധനവോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഒരു തിന്മ, ഒരു വേണ്ടാത്തരം, ഒരു അരുതായ്മ അതാവർത്തിച്ചാവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ, അത് സാർവത്രികമാകുമ്പോൾ അതിനോടുള്ള ഗൗരവവും അതുപോലെ തന്നെ അതിനോടുള്ള അകൽച്ചയും നമുക്ക് കുറഞ്ഞു പോകും. അത് സംഭവിച്ചുകൂടാ. സുന്നത്തിനെ സ്നേഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമുക്കങ്ങനെ സംഭവിച്ചുകൂടാ. കാരണം നമ്മുടെ നാട്ടിൽ വിശിഷ്യ ദീനുൽ ഇസ്ലാമിനെതിരായ അനാചാരങ്ങളിൽ ഏറ്റവും വ്യാപകമായി
ഏറ്റവും ശക്തിയായി ഏറ്റവും പ്ലാനിങ്ങോടുകൂടി ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഒരു ദുരാചാരമാണ് നബിദിനാഘോഷം എന്നത്. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല എന്നതിന് ഒന്നാമത്തെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മുൻഗാമികളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഉമ്മഹാത്തുൽ മുഅ്മിനീനോ ഈ ഇസ്ലാമിന്റെ സ്വീകാര്യായ അഇമ്മത്ത് ഒരാളും ഹിജ്റ 400 വർഷം വരെയുള്ള ഒരാളും ഇതിനെക്കുറിച്ച് ഒരു ഹർഫ് പോലും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ഇതിന്റെ പാരമ്പര്യം ആർക്കാണ് അവകാശപ്പെടാൻ സാധിക്കുക? അതിനുശേഷം വന്നവർക്ക്. അതെ, ഇതാദ്യമായി മുസ്ലിം ഉമ്മത്തിൽ സ്ഥാപിച്ചതാരാണ്? സാക്ഷാൽ ഷിയാക്കളിൽപ്പെട്ട തീവ്ര വിഭാഗമായ ഉബൈദിയാക്കൾ, ഫാത്തിമിയാക്കൾ, ബാത്തിനിയാക്കൾ, റാഫിദകൾ. അവരുടെ ഏറ്റവും ചുരുങ്ങിയ വിശേഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഉമ്മ, നബിയോട് നമ്മെക്കാളെല്ലാം ഇഷ്ടമുള്ള ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ പ്രിയ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, അവരെ അഭിസാരിക, ജാനിയ, വ്യഭിചാരിണി എന്ന് വിശേഷിപ്പിക്കുക എന്നത് ഇബാദത്തായി കാണുന്ന റാഫിദകൾ. അല്ല, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും ഖുലഫാഉർ റാഷിദുകളുടെ തലപ്പത്ത് നിൽക്കുന്ന അവരെ ശപിക്കുക, ലഅനത്ത് ചെയ്യുക എന്നത് ഇബാദത്തായി കാണുന്ന, അവരുടെ ദീനിലേക്ക് ഒരാൾ കടന്നു വരാൻ അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കണമെന്ന് നിയമമാക്കുന്ന റാഫിദകൾ. അവരാണ് ഹിജ്റ 400 ശേഷം ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഈ ആഘോഷം കൊണ്ടുവന്നത്. നബിദിനാഘോഷം മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആഘോഷം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാഘോഷം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ജന്മദിനാഘോഷം, ഇതെല്ലാം അതിന്റെ ഭാഗമായി ഇവരെ നടത്തിയതാണ്. ഷിയാക്കളാണ് ഇതിന് അടിത്തറവാകിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നബിദിനം ആഘോഷിക്കുന്നവർ അവർക്കുള്ള പാരമ്പര്യം ചെന്നെത്തുന്നത് ഷിയാക്കളിലേക്കാണ്. നബിദിനം ആഘോഷിക്കാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി അവിടുത്തെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പാരമ്പര്യം ചെന്നെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല സ്വഹാബത്തിലേക്കാണ്, അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല ഉമ്മഹാത്തുൽ മുഅ്മിനീനിലേക്കാണ്, അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിലേക്കാണ്. അവരാരും ഇത് ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുക. ആ ഫിത്നയിൽ അകപ്പെട്ടവരെ നമ്മൾ ഉപദേശിക്കുക, ഗുണകാംക്ഷയോടെ തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീൻ മുറുകെ പിടിച്ച് സുന്നത്തിലായി ജീവിച്ചു മരിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഒരുമിക്കാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.